അനന്തപുരിയിൽ കുട്ടിപ്പോരാട്ടം തുടരുന്നു. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള റെക്കോർഡുകളിൽ ഒന്ന് തിരുത്തിയാണ് ഇടുക്കിക്കാരി ദേവപ്രിയ 100 മീറ്റർ സ്പ്രിന്റിൽ സ്വർണം നേടിയത്. പക്ഷേ ആ സ്വർണ്ണ മെഡൽ കൊണ്ടുവയ്ക്കാൻ ദേവപ്രിയയ്ക്ക് സ്വന്തമായൊരു വീടില്ല. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറിയ ദേവപ്രിയയുടെ കുടുംബത്തോടൊപ്പം ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴയൊക്കെ പെയ്യുമ്പം വീട് ചോരും. അപ്പം എൻ്റെ വീട്ടിലൊരു അനിയനുണ്ട്. മഴക്കാലത്ത് അവൻ എപ്പോഴും പനിയാണ്. വെള്ളം ഇങ്ങനെ കിടക്കുന്ന ബെഡേലൊക്കെ വീഴുന്നുണ്ട്. അപ്പം ഒരു വീട് വെച്ച് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്കൂൾ ഒളിമ്പിക്സിലെ 100 മീറ്ററിൽ മിന്നും താരമായി മാറിയ ദേവപ്രിയയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ സന്തോഷത്തിലാണ് ഈ കാൽവരി മൗണ്ട് എന്ന നാടും അവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ദേവപ്രിയയുടെ സ്കൂളിലെ ആളുകളും അധ്യാപകരും അനധ്യാപകരും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് ദേവപ്രിയയുടെ വീട്ടിലാണ്. വിളിച്ചിരുന്നു അവിടെ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ മൂത്തവളാണ് വിളിച്ചത്. ദേവനന്ദ വിളിച്ചു. അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി. സാറ് അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഇപ്പം കഴിഞ്ഞ കൊല്ലം നമ്മൾ അവൾക്ക് സ്വർണം ഒക്കെ നേടി വന്നതായിരുന്നു, ബേഗറാണിയായിരുന്നു. അപ്പോൾ എന്നോട് പാർട്ടി പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്നൊരു വീടിൻ്റെ സംവിധാനം നമുക്ക് ചെയ്യാം. അതിന് ജില്ലാ സെക്രട്ടറി അടക്കം ഇവിടെ വന്ന് ചെയ്തു. നമ്മളത് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഈ വീട് പണിയൊക്കെ. അപ്പം ആ കൂട്ടത്തിൽ ഇത് വീട് പണി ചെയ്തു തരാം, അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്താം എന്നുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇതിലും വലിയൊരു നേട്ടം ഇനി കിട്ടാനില്ല സാർ. ഒരുപാട് സന്തോഷിക്കുന്നു. അവൾക്ക് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു റെക്കോർഡ് തകർക്കണമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോയത്. റെക്കോർഡ് തകർക്കണം. ദേവപ്രിയ ഞങ്ങൾക്കൊരു റെക്കോർഡ് ഇട്ട് തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. അത് ഏറ്റവും സന്തോഷം നിറഞ്ഞാണ്. കാൽവരി മൗണ്ട് സ്കൂളിനെ യശസ്സോളം ഉയർത്താനായിട്ട് ദേവപ്രിയയ്ക്ക് സാധിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. മൊത്തത്തിൽ ഒത്തിരി സന്തോഷമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കിട്ടുമെന്ന്. എന്നാലും ഇനി അവൾ ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ദേവപ്രിയയുടെ മറ്റൊരു ആളെ പ്രധാനമായിട്ട് കാണിക്കാണ്. ദേവപ്രിയയുടെ ആങ്ങളെയാണിത്, ദേവനന്ദ അല്ലേ? ദേവാനന്ദ. ചേച്ചിമാരെ പോലൊക്കെ നമ്മൾ ഓടിയൊക്കെ മത്സരം മെഡലൊക്കെ വാങ്ങിക്കുവോ? ചേച്ചിമാരെ വിളിച്ചോ? എന്നാ പറഞ്ഞു? സന്തോഷമാണോ? അതാണ്, വലിയ ആഘോഷ തിമിർപ്പിലാണ് ഈ കാൽവരി മൗണ്ട് എന്ന നാടും ഈ പ്രദേശവും വീടും ഒക്കെ. ഈ കുഞ്ഞു വീട്ടിൽ നിന്ന് ഇത്ര വലിയൊരു ഉന്നതിയിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷത്തിലാണ് ഈ വീടും നാട്ടുകാരും ഒക്കെ ഉള്ളത്. ഏതായാലും ആ തിമിർപ്പ് തുടരട്ടെ. മുഹമ്മദ് അലേപ്പാറയ്ക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.